ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന, അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിനുള്ള കാരണം, അത് എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു റീഡിങ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതും അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലാക്കി കൊണ്ടുവരിക. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരണം എന്ന് യൂണിവേഴ്സിനോട് ഒന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് കറൻറ്റ് റിലേഷൻഷിപ്പ് എനർജിയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിലുള്ള എനർജി, കറൻറ്റ് എനർജി എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. നിങ്ങളുടെ പാർട്ട്ണറുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കാർഡ്സ് റിവീൽ ചെയ്ത് പോവാം. ഹെയർഫൻ്റ് ആണ് കറൻറ്റ് റിലേഷൻഷിപ്പ് എനർജി. അപ്പോൾ ഇതൊരു പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സമ്മതക്കുറവോ അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നമായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർക്കുള്ളത് എന്നുള്ളതൊരു ചെറിയൊരു ഊഹം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് സ്വാർഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാർഡ്സ് തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഇത് പാരമ്പര്യം എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ അവർക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ പോകാനാണ് അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമൂഹം എന്താണോ പറയുന്നത്, സാധാരണഗതിയിൽ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനാണോ ഉള്ളത് ആ ഒരു സിറ്റുവേഷനിൽ മറ്റുള്ളവർ, സമൂഹം എന്താണോ പ്രതീക്ഷിക്കുന്നത്, എന്താണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ പോവാനാണ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ അവരുടെ അറ്റൻഷനിൽ ഇല്ല എങ്കിൽ പിന്നെ എന്താണ് അവരുടെ അറ്റൻഷനിൽ ഉള്ളത് എന്ന് നോക്കാം. ഓപ്ഷൻസ്. ഓക്കെ, 7 ഓഫ് കപ്സ് ആണ്. അവർക്ക് ഒരു പക്ഷേ വേറെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വീട്ടിലോ മറ്റോ അവർക്ക് പുതിയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് എന്നൊരു കാർഡ് നമുക്ക് എടുത്ത് നോക്കാം. വൈ ആർ ദേ ഡിസ്റ്റൻറ്റ്? വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കംപ്ലീഷൻ്റെ കാർഡാണ്. എന്താണ് ശരിക്കും നിങ്ങളുടെ റിലേഷനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അവരെന്താണ് ഹൈഡ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ എടുത്താൽ നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അവരെന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൂൺ കാർഡാണ്. ഒരുപാട് കാര്യങ്ങളിലുള്ള കൺഫ്യൂഷനുകൾ. അവരിപ്പോൾ നമ്മൾ പറഞ്ഞു അവർ ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയിലാണ്, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെ അവരുടെ മനസ്സിൽ മുഴുവൻ കൺഫ്യൂഷനുകളാണ്. വളരെ ഡീപ്പായിട്ടുള്ള കൺഫ്യൂഷൻ. ഏത് വേണം, എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ്. അവർക്ക് മുന്നിൽ പല ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഒരു പാരമ്പര്യം, അവരുടെ ഫാമിലി പറയുന്ന കാര്യങ്ങൾ, സമൂഹം പറയുന്ന കാര്യങ്ങൾ ഒക്കെ കേൾക്കാനുള്ള ഒരു പ്രഷറും അതും അവർക്കുണ്ട്. അങ്ങനത്തെ ആകെ കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എനർജിയിലേക്ക് വരാം. വാട്ട് ഈസ് യുവർ എനർജി? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എനർജി എന്താണ് എന്ന് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് വീണ്ടും ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റാണ് കാണുന്നത്. പക്ഷേ ഇതുപോലത്തെ ഒന്നല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾ കുറേയും കൂടി ഗ്രൗണ്ടഡ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം അവരുടെ മേലുള്ള പ്രഷർ വളരെ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ മറ്റൊന്നും ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് എന്താ പറയുക, നിങ്ങളൊന്ന് അടങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുന്നോട്ട് പോകാൻ വഴി കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ഇഷ്യൂ എന്താണെന്ന് നോക്കാം. പ്രശ്നം എന്താണ്, ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എന്താണ് എന്ന് നോക്കാം. ദ റിയൽ ഇഷ്യൂ ബിറ്റ്വീൻ യു. വീണ്ടും കൺഫ്യൂഷനാണ്. ഈ മൂൺ കാർഡ് പോലെ തന്നെ ഒരുപാട് ടെൻഷനുകളുള്ള ഒരു കാർഡാണ്. തോട്ട്സ്, ചിന്തകൾ വഴിയാണ് ഈ ടെൻഷൻ വരുന്നത്.
രാത്രികളിൽ നിങ്ങൾക്ക് ഉറക്കമില്ല, ഒരുപാട് ടെൻഷനുണ്ട്, തലവേദനയുണ്ട്, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതാണ് നിങ്ങളുടെ ഇഷ്യൂ. ചിന്തകൾ കൊണ്ടാണ് രണ്ടു പേർക്കും ഈ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത്. തോട്ട്സിലാണ് പ്രശ്നം. ഓക്കെ, അവർക്ക് എന്താണ് ഈ സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്ന് നോക്കാം. വാട്ട് ഡു ദേ നീഡ് ഫ്രം യു റൈറ്റ് നൗ? അവർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം. ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ സത്യങ്ങൾ, അവരുടെ മേലുള്ള ഈ പ്രഷർ തിരിച്ചറിയണം. മിഥ്യാധാരണകൾ വെച്ച് പുലർത്തരുത് തുടങ്ങിയ രീതിയിലുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്ന് നോക്കാം. എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഹൗ ടു റീഗെയിൻ ബാലൻസ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സാമ്പത്തിക പ്രശ്നമാണോ നിങ്ങൾക്കിടയിലുള്ളത്? എങ്കിൽ പുതിയൊരു അവസരം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ധനാഗമത്തിനുള്ള പുതിയ ഒരു വഴി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്താണോ നിങ്ങൾക്കിടയിലുള്ള ബ്ലോക്ക്, അത് പരിഹരിക്കാനായിട്ടൊരു പുതിയ അവസരം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്ത് എനർജിയാണ് ഈ സമയത്ത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് എനർജിയിലേക്കാണ് നിങ്ങൾ അമിതമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ വിട്ടുകളയേണ്ടത് എന്താണെന്ന് നോക്കാം. 5 ഓഫ് സ്വോർഡ്സ് ആണ്. ഏതു വിധേനയും ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഉണ്ടെങ്കിൽ ആ എനർജി നിങ്ങൾ വിട്ടുകളയേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ പിന്നെ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ ഒരു എനർജി നമ്മൾ വിട്ടുകളയണമെന്ന് നമ്മൾ കണ്ടു. എങ്കിൽ പിന്നെ എന്താണ് ഈ സമയത്ത് ഈ റിലേഷനുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ ഈ റിയാലിറ്റിയെ ഫേസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. 3 ഓഫ് സ്വോർഡ്സ് ആണ്. സ്വോർഡ് എനർജികൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ വാട്ട് യു നീഡ് ടു നോ റൈറ്റ് നൗ, ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ഇത് നിങ്ങൾക്ക് ചില പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ റിലേഷൻ ആവണമെന്നില്ല ഇത്. ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള റിലേഷനുകളിലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സമാനമായ രീതിയിലുള്ള ബ്രേക്കപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവാം. പക്ഷേ അവസാനം എന്തെങ്കിലും കാരണത്തിൻ്റെ മേൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെ വിട്ടുപോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അതൊരു പാറ്റേണിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. നമുക്ക് അതിനൊരു കൺഫർമേഷൻ കൂടി എടുക്കാം. എന്താണ് ഈ റിലേഷൻ്റെ പേർപ്പസ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ റിലേഷൻ്റെ പേർപ്പസ് എന്താണ് ലൈഫിൽ എന്ന് നോക്കാം. സ്ട്രെങ്ത് കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാർഡാണിത്. ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഈ പെയിൻ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ തളർത്താനുള്ളതല്ല, നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാനുള്ളതാണ്. നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷനാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ഈ റിലേഷൻ്റെ പർപ്പസ്. ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ നമുക്കൊരു ക്ലാരിറ്റി കാർഡ് എടുത്ത് നോക്കാം. കാരണം അത് റീഗെയിൻ ബാലൻസ്, എങ്ങനെ നമുക്കിതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കും, ഈ റിലേഷനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാർഡായിരുന്നു ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഇതിന് നമുക്കൊരു ക്ലാരിറ്റി കാർഡ് എടുത്ത് നോക്കാം. ഇസ് ഇറ്റ് പോസിബിൾ ടു റീഗെയിൻ ബാലൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇറ്റ് ഈസ് പോസിബിൾ. കണ്ടോ, 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഒരു ഇൻഡിപെൻഡൻസിനെ കാണിക്കുന്ന കാർഡാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും, ഇത് പെൻറ്റക്കിൾ എനർജി ആയതുകൊണ്ട് വീണ്ടും നമുക്ക് ആ ഒരു കൺഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ധനപരമായിരിക്കും നിങ്ങളുടെ ഇഷ്യൂ. ആ ഒരു ഇഷ്യൂ നിങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു പക്ഷേ ഇത് നിങ്ങളുടെ കയ്യിൽ വരുന്ന പൈസ അങ്ങനെ തന്നെ ആവണം എന്നില്ല, നിങ്ങളുടെ സെൽഫ് വെർത്തുമായിരിക്കാം, നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ആയിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവസാനിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങണം എന്നുള്ള, അതുവഴി നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതിനു വേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷനാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ, ഈ ഒരു കാര്യം, ഈ ഒരു ലെസൺ നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്നത് വീണ്ടും ഇതുപോലെയുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും.
ഇതുപോലെയുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഫേസ് ചെയ്യേണ്ടി വരും, വീണ്ടും വേദനകൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കൊരു ഗൈഡൻസ് കാർഡ് കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് ഉള്ള ഒരു ഗൈഡൻസ് കാർഡ് എന്താണ്? 3 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ടേക്കിംഗ് വൺ മോർ ക്ലാരിറ്റി കാർഡ്. യൂണിവേഴ്സ് ക്ലാരിറ്റി കാർഡ് ഫോർ 3 ഓഫ് കപ്സ്. ചാരിയറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊപ്പം അമിതമായിട്ട് ചില്ല് ചെയ്യുന്ന ഒരു ശീലമുണ്ടോ? നമുക്കിവിടെ ഇൻഡിപെൻഡൻസിൻ്റെ കാർഡ് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി അമിതമായിട്ട് പൈസ ചിലവഴിക്കുന്നുണ്ടോ? ഫ്രണ്ട്ഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൈ അയച്ച് നിങ്ങൾ ചിലവഴിക്കുന്നുണ്ടോ? അതൊക്കെ നിർത്താനുള്ള സമയമായി. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള സമയമായി. ചാരിയറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ദിശാബോധമാണ്. നിങ്ങൾക്ക് കുറച്ച് സേവിങ് മെൻറ്റാലിറ്റിയൊക്കെ വരേണ്ട സമയം കഴിഞ്ഞു. ലൈഫിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. ഈ ഒരു സ്ട്രെങ്ത് അത് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും കാർഡ്സ് എടുത്തു. ഇതിൽ നിന്ന് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്കിവിടെ അവർക്കൊരു 7 ഓഫ് കപ്സും വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് തേർഡ് പാർട്ടി എനർജി കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ആണ് ഈ സമയത്ത് സംഭവിക്കേണ്ടത്. അവർക്ക് പല ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി കാർഡ് വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത. ഓക്കെ, ഇത് നമുക്കിവിടെ വയ്ക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ പവറിൽ വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു മെസ്സേജാണ് കിട്ടുന്നത്. നിങ്ങളുടെ സെൽഫ് ഇൻഡിപെൻഡൻസ്, അതിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ മെസ്സേജ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ പോസിറ്റീവ് എലമെൻറ്റ്സ് കുറവാണ്, പക്ഷേ വന്നിട്ടുള്ള പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസിലേക്കുള്ള ഒരു വഴിയാണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പെയിനിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ ലൈഫിന് നൽകേണ്ടതാണ്. ഈ മെസ്സേജ് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ മനസ്സിലാക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. മൂവ് ഓൺ ചെയ്യുക, നിങ്ങളുടെ ഇൻഡിപെൻഡൻസിലേക്ക് എത്തുക. ആ സമയത്ത് ഈ പറഞ്ഞ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അവിടെയാണ് യഥാർത്ഥ സക്സസ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, മെസ്സേജ് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കൊമൻസിൽ ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം കൃത്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.